ശരിക്കും പറഞ്ഞാൽ ജയേട്ടൻ മദ്രാസിൽ ഒരു ജോലിയായിട്ട് പോവുകയായിരുന്നു. പാരിയൻ കമ്പനിയിൽ ജോലിയായിട്ട് പോയ സമയത്ത് അദ്ദേഹം ഇടയ്ക്കൊക്കെ പാടുമായിരുന്നു. അങ്ങനെ അദ്ദേഹം യേശുദാസ് പാടാനിരുന്ന ഒരു ഗാനമേളയിൽ എം പി ശ്രീനിവാസൻ നടത്തിയിരുന്ന ഒരു ഗാനമേളയാണിത്. ആ ഗാനമേളയിൽ യേശുദാസ് വരാതിരുന്നപ്പോ യേശുദാസിന്റെ പകരക്കാരനായിട്ട് പാടുകയാണ് ഉണ്ടായത്. ആ പാട്ട് കേൾക്കാൻ ഇടവന്ന സിനിമയുടെ പ്രൊഡ്യൂസറും അതുമാതിരി ശോഭന പരമേശ്വരൻ നായരും RS പ്രഭുവും ഒക്കെ സംവിധായകൻ വിൻസെന്റും ഒക്കെ ഈ പുതിയ ഗായകൻ അടുത്ത പടത്തിൽ അവസരം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന സിനിമയിൽ ചിദംബരനാഥിന്റെ ഈണത്തിൽ യേശുദാസ് ഒരു ജയചന്ദ്രൻ ഒരു ഡ്യുവറ്റ് ഗാനം പാടുന്നത്. ആ ഡ്യുവറ്റിൽ ആണ് ആദ്യം പാടിയതെങ്കിലും ആദ്യം പുറത്തിറങ്ങിയത് ആ പാട്ടല്ല. പുറത്തിറങ്ങിയത് കളിത്തോഴൻ എന്ന സിനിമയിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഒരു പാട്ടാണ്. അത് പി ഭാസ്കരൻ എഴുതി ദേവരാമാഷി ചിട്ടപ്പെടുത്തിയ പാട്ടാണ്. ഭാഗ്യവശാൽ ആ പാട്ട് പെട്ടെന്ന് ഹിറ്റായി മാറി. അപ്പോൾ ആദ്യം ഇറങ്ങിയ പാട്ട് തന്നെ ഹിറ്റായി എന്നുള്ളതാണ് ജയചന്ദ്രന്റെ ഒരു ഭാഗ്യം. അതിൽ നിന്ന് തുടങ്ങുന്ന ഒരു ജൈത്രയാത്രയാണ് അത്. ആ സമയത്ത് നമുക്കറിയാം യേശുദാസിനെ പോലെ ഒരു ഗായകൻ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. യേശുദാസ് അദ്ദേഹത്തിന്റെ നമ്പർ 1 പൊസിഷനിലേക്ക് പതുക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. പക്ഷെ സമാന്തരമായിട്ട് ജയചന്ദ്രൻ സ്വന്തം സംഗീത യാത്ര കൊണ്ടുപോയി എന്നുള്ളതാണ്. ഏത് കാലത്തും ഇത്രയും കാലങ്ങൾക്ക് ശേഷം 55-60 വർഷത്തോളമായി ഈ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോഴും ജയചന്ദ്രൻ ഇപ്പൊ അടുത്ത കാലത്ത് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഏതാണ്ട് 1-2 മാസം മുമ്പ് വരെ അദ്ദേഹം പാട്ടുകൾ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സംഗീതം ശ്വസിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ്. ശരിയാണ്, തീർച്ചയായും പാട്ടിനെ ശ്വസിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നമ്മളോട് വിട പറയുന്നത്.